എക്സസൈസ് 10.5 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 6th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ABCD is a cyclic quadrilateral whose diagonals intersect at a point E. ഒരു cyclic quadrilateral ABCD യുടെ diagonals AC യും BD യും intersect at E. പിന്നെ ആംഗിൾ DBC is equal to 70 ഡിഗ്രി, ആംഗിൾ BAC ഈ ആംഗിൾ 30 ഡിഗ്രിയിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BCD യും അതുപോലെ ഇവിടെ AB equal to BC given ആണ്. പിന്നെ കാണേണ്ടത് ECD ഈ ഭാഗത്തുള്ള ആംഗിൾ. അപ്പോ ആദ്യം നമുക്ക് given എന്തൊക്കെയാന്നുള്ളത് എഴുതാം. ആംഗിൾ DBC ഈക്വൽ ടു 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ BAC ഈക്വൽ ടു 30 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? AB ഈക്വൽ ടു BC ആണ്. AB ഈക്വൽ ടു BC എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ ABCന്റെ അതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ BCA. റീസൺ എഴുതുക. ആംഗിൾസ് angle opposite to equal sides of a triangle are equal. Angles opposite to equal sides of a triangle are equal ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി, അതായത് BAC എത്രയാണ് നമുക്ക് അറിയാം, 30 ആണ്. therefore ആംഗിൾ BCA എന്ന് പറയുന്നത് അവിടെ നമുക്ക് 30 കിട്ടി. അതായത് ഈ ഹാഫ് BCA എന്നുള്ളത് ഈ ഹാഫ് നമുക്ക് 30 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ ഒരു ട്രയാങ്കിൾ അതിനു മുമ്പ് നമുക്ക് ഈ ആംഗിൾ എന്താണെന്നുള്ളത് കിട്ടണം. അതിനു വേണ്ടി ഇവിടെ BC എന്നുള്ള സെഗ്മെന്റ് ആണ്. BC നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഈക്വൽ ആണ്. അപ്പോ ഇവിടെ BC എന്നുള്ള സെഗ്മെന്റിലുള്ള ആംഗിൾ ആണ് BAC യും അതുപോലെ BDC. ഒരേ സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. കണ്ടില്ലേ? BC എന്നുള്ള സെഗ്മെന്റ് നോക്കും. ഇങ്ങനെ ഒരു സെഗ്മെന്റ് BC, ഇവിടെ BC. അപ്പൊ ഇതിൽ നിന്ന് ഉള്ള ആംഗിൾ ആണ് BAC യും അതുപോലെ BDC യും. അപ്പോ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്കത് ആദ്യം പറയാം. അതായത് ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ BDC. റീസൺ എഴുതുക. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഈക്വൽ ആണ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആയതുകൊണ്ട് അത് ഈക്വൽ ആയി. അപ്പൊ ഇവിടെ നമുക്ക് BAC 30 ഡിഗ്രി ആണെങ്കിൽ therefore ആംഗിൾ BDC ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. BDC 30 ഡിഗ്രി ആയി. അപ്പോ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി പറയാം. നമുക്ക് ഈ രണ്ട് ആംഗിളും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ നടുവിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഇൻ ട്രയാങ്കിൾ DBC നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ BDC പ്ലസ് ആംഗിൾ BCD പ്ലസ് ആംഗിൾ CBD ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം റീസൺ എഴുതുക. ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പൊ ആംഗിൾ സം പ്രോപ്പർട്ടി 180 ഡിഗ്രി ആയി. BDC എത്രയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. BDC 30 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. BDC 30 ഡിഗ്രി. DBC അതായത് ഈ ആംഗിൾ 70 ഡിഗ്രി ആണ്. പ്ലസ് BCD പ്ലസ് 70 ഈക്വൽ ടു 180. അപ്പൊ നമുക്ക് അവിടെ BCD എന്നുള്ള ആംഗിൾ അതാണ് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. therefore ആംഗിൾ BCD എന്ന് പറയുന്നത് 180 മൈനസ് 100 എന്ന് പറയുന്നത് 80 എന്ന് കിട്ടി. നമുക്ക് BCD 80 എന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ECD കാണണം. അതായത് ആംഗിൾ ECD കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി എന്ത് ചെയ്യുക? ECD ഈ ആംഗിൾ ആണ് കാണേണ്ടത്. നമുക്കറിയാം ആംഗിൾ BCD 80 ഡിഗ്രി എന്ന് കിട്ടി. BCD 80 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ BCD എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. അപ്പോ അതിൽ നിന്ന് ഈ ഭാഗത്തെ ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ECD എന്നുള്ള ആംഗിൾ കിട്ടും. അപ്പൊ നമ്മൾ എഴുതുന്നു ആംഗിൾ ECD ഈക്വൽ ടു ആംഗിൾ BCD മൈനസ് ഇത് BCA. BCA നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. BCA എത്രയായിരുന്നു? 30 ഡിഗ്രി. അതായത് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. സൈഡ്സ് ഈക്വൽ ആയപ്പോ ആ രണ്ട് ആംഗിളും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആംഗിൾ BCA എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ BCE യും എന്തായിരിക്കും? ആംഗിൾ BCE 30 ഡിഗ്രി ആയിരിക്കും. ഇത് ഈ BCA 30 ആണെങ്കിൽ BCE അതിന്റെ പകുതിയാണ്. അതും എന്തായാലും 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നു ആംഗിൾ ECD എന്ന് പറയുന്നത് ആംഗിൾ BCDയിൽ നിന്ന് ആംഗിൾ BCE മൈനസ് ചെയ്യാം. BCE മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BCE എത്രയായിരുന്നു? 30.
അപ്പോൾ ECD എന്ന് പറയുന്നത് 15 ഉണ്ട്. അപ്പോൾ 2 ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. സെവൻത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇഫ് എ ഡയഗണൽസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആർ ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ത്രൂ ദ വെർട്ടിസസ് ഓഫ് ദ ക്വാഡ്രിലേറ്റർ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ റെക്ടാംഗിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഗിവൺ ABCD is a cyclic quadrilateral. സൈക്ലിക് ക്വാഡ്രിലേറ്റർ പിന്നെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? അതായത് ഡയഗണൽ AC-യും BD-യും ഡയഗണൽ ആണ്. അത് ഏതിലു കൂടിയാണ് പാസ് ചെയ്യുന്നത്? അത് ഈക്വൽ ടു, അതായത് ഡയമീറ്റർ ആണ്, സെന്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോ ഡയഗണൽ AC and BD is equal to, diagonal AC and BD equal to diameter of the circle with center O ആണ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ടു പ്രൂവ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ABCD ഒരു റെക്ടാംഗിൾ ആണ്. ABCD ഈസ് റെക്ടാംഗിൾ. അപ്പോൾ റെക്ടാംഗിൾ എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്താൽ മതി. അവിടെ നമുക്ക് ഡയഗണൽ AC-യും BD-യും ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ ഓയിലൂടെ പാസ് ചെയ്യുമ്പോൾ, അതായത് അതിന്റെ ഡയഗണൽസ് ഈക്വൽ ആണ്. ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് റെക്ടാംഗിൾ എന്ന് പ്രൂവ് ചെയ്യണം. സ്ക്വയറിന് റെക്ടാംഗിൾ ആവാൻ പറ്റും. കാരണം അതിന്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി എന്ന് കിട്ടുകയാണെങ്കിൽ സ്ക്വയറും ആണ്, അത് റെക്ടാംഗിളും ആണ്. അപ്പോൾ ABCD ഇവിടെ എല്ലാ ആംഗിളും 90 ഡിഗ്രി നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ അതിനു വേണ്ടി ആദ്യം പ്രൂഫ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ BD എന്നുള്ള ഡയഗണൽ എടുക്കുന്നു. ഈ BD എന്നുള്ള ഡയഗണൽ സർക്കിളിന്റെ നേരെ ഹാഫ് ആണ്. നമുക്കറിയാം ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ BD എന്നുള്ള ഡയമീറ്ററിൽ നിന്ന് വരുന്ന ആംഗിൾ, അതായത് BCD ആംഗിൾ BCD ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയാം. BCD 90 ഡിഗ്രി ആണ്. അതിന് റീസൺ എഴുതുക. ആംഗിൾ ഫോംഡ് ബൈ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി ആണ്. അപ്പോൾ BCD എന്നുള്ള ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ അതേപോലെ തന്നെ ആ സർക്കിളിനെ 2 ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. BD എന്നുള്ള ഡയഗണല് BCD-യും അതുപോലെ BAD. ആംഗിൾ BAD ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ 2 ആംഗിളും നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. അതുപോലെ സിമിലർലി നമ്മൾ എന്ത് പറയാ? ആംഗിൾ AC എന്നുള്ള ഡയഗണലാണ് എടുക്കുന്നത്. ആംഗിൾ ADC ഈക്വൽ ടു 90 ഡിഗ്രി. അതുപോലെ ആംഗിൾ ABC ഈക്വൽ ടു 90 ഡിഗ്രി. Therefore, angle A equal to angle B equal to angle C equal to angle D equal to 90 degree കിട്ടിയതുകൊണ്ട് ABCD is a rectangle. Therefore, ABCD is a rectangle എന്ന് കൊടുക്കുക. അപ്പോൾ 8th question, if the non-parallel sides of a trapezium are equal, prove that it is cyclic. അപ്പൊ ആദ്യം എന്താണ് നമുക്ക് പ്രൂവ്? നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണ്. അതായത് AD BCക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ട്രപ്പീസിയത്തിൽ ഒരു പാരലൽ സൈഡ്, അതായത് ABCDക്ക് പാരലൽ ആയിരിക്കും. 2 നോൺ പാരലൽ സൈഡ്സ് ആണ് ഇവിടെ AD-യും BC-യും. അത് ഈക്വൽ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കണം. അതായത് ആംഗിൾ BCE പ്ലസ് ആംഗിൾ BAD എന്നുള്ളത് നമുക്ക് 180 എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ ഗിവൺ എന്നുള്ളത് എഴുതാം. ഗിവൺ ABCD ഈസ് എ ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? അതിന്റെ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണ്. അതായത് AD ഈക്വൽ ടു BC ഗിവൺ ആണ്. ടു പ്രൂവ്, അതായത് സൈക്ലിക് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ട്രപ്പീസിയം ഈസ് സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആംഗിൾ BAD പ്ലസ് ആംഗിൾ BCE ഈക്വൽ ടു 180 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ കൺസ്ട്രക്ഷൻ ഡ്രോ BE പാരലൽ ടു AD. ഡ്രോ BE പാരലൽ ടു AD.
അതിനുശേഷം നമ്മളിവിടെ അതായത് എ ബി ഡി ഇ ഒരു പാരലോഗ്രാം ആണെന്ന് പറയാം ആദ്യം. അപ്പൊ പാരലോഗ്രാം എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, രണ്ട് പാരൽ സൈഡ്സ് ഉണ്ടായാൽ നമുക്ക് എന്ത് പറയാം, അതൊരു പാരലോഗ്രാം ആണ്. ഇവിടെ നമുക്ക് എ ബി പാരലൽ ടു സി ഡി ആണ്. എ ബി സി ഡിക്ക് പാരലൽ ആണെങ്കിൽ എ ബി പാരലൽ ടു ഡി ഇ ആയിരിക്കും അല്ലെ. എ ബി സി ഡിക്ക് പാരലൽ ആണ് ട്രപ്പീസിയത്തിൽ. അങ്ങനെയാണെങ്കിൽ എ ബി പാരലൽ ടു ഡി ഇ ആണ്. അതുപോലെ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്, എ ഡിക്ക് പാരലൽ ആയിട്ടാണ് ബി ഇ വരഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം എ ഡി പാരലൽ ടു ബി ഇ ബൈ കൺസ്ട്രക്ഷൻ ആണത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഈക്വൽ ആയെന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുക. ഇത് ഗിവൺ ആണ്. അപ്പൊ രണ്ട് പാരലൽ സൈഡ് വന്നതുകൊണ്ട് എ ബി ഡി ഇ ഈസ് എ പാരലോഗ്രാം എന്ന് കിട്ടി നമുക്ക് ഇവിടെ. എ ബി ഡി ഇ ഒരു പാരലോഗ്രാം ആണെങ്കിൽ നമുക്കറിയാം പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോ ആംഗിൾ നമ്മൾ പറയുന്നു ആംഗിൾ ബി ഇ ഡി ഈക്വൽ ടു ആംഗിൾ ബി എ ഡി ആണ്. ആംഗിൾ ബി ഇ ഡി എന്ന് പറയുന്നത് ആംഗിൾ ബി എ ഡിക്ക് ഈക്വൽ ആണ്. അവിടെ റീസൺ എഴുതുക, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ഈക്വൽ ആയതുകൊണ്ട് അത് രണ്ട് ആംഗിളും നമുക്ക് ഈക്വൽ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇവിടെ എ ഡി അതായത് നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് ഗിവൺ ആണ്. അതായത് എ ഡി ഈക്വൽ ടു ബി സി ആണ്. എ ഡി ബി സിക്ക് ഈക്വൽ ആണ്. അതുപോലെ അതായത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് എ ഡി ബി ഇക്ക് ഈക്വൽ ആണ്. നമ്മൾ അതിന് പാരലൽ ആയിട്ടാണ് വരഞ്ഞിട്ടുള്ളത്. അതായത് എ ഡി ബി സിക്ക് ഈക്വൽ ആണ്, എ ഡി ബി ഇക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയുന്നത്, ഫോർ ബി സി ഇസ് ഈക്വൽ ടു ബി ഇ. ആ രണ്ട് ലൈനും ഈക്വൽ ആയി. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും നമുക്ക് എന്ത് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ എഴുതുന്നു ആംഗിൾ ബി ഇ സി ഈക്വൽ ടു ആംഗിൾ ബി സി ഇ. റീസൺ എഴുതുക, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്. അതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ അതായത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ബി ഇ സി പ്ലസ് ബി ഇ ഡി ഇത് നമുക്ക് എന്താ പറയുക, ലീനിയർ പെയർ. ഇത്രയും ഭാഗം നമുക്ക് ലീനിയർ പെയർ എന്ന് പറഞ്ഞൂടെ. അപ്പൊ ഞാൻ എഴുതുന്നു ആംഗിൾ ബി ഇ സി പ്ലസ് ആംഗിൾ ബി ഇ ഡി ഈക്വൽ ടു 180. റീസൺ ലീനിയർ പെയർ. ലീനിയർ പെയർ ആയപ്പോ ആ രണ്ട് ആംഗിളും എത്രയായി, 180 ഡിഗ്രി. ഇനി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ബി ഇ സി ഏതിന് ഈക്വൽ ആണ്, ബി സി ഇക്ക് ഈക്വൽ ആണ്. അതുപോലെ ബി ഇ ഡി എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്, ബി എ ഡിക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാം ഫ്രം ഇക്വേഷൻ 1 and 2. ഫ്രം ഇക്വേഷൻ 1 and 2 ബി സിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ആംഗിൾ ബി സി ഇ. അതുപോലെ ബി ഇ ഡി എന്ന് പറയുന്നത് ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ ബി സി ഇ പ്ലസ് ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 180. Therefore it is cyclic. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ കൊടുത്തു. ബി ഇ പാരലൽ ടു എ ഡി കൺസ്ട്രക്ഷൻ കൊടുക്കുക. അതിനുശേഷം എ ബി ഡി ഇ ഒരു പാരലോഗ്രാം എന്ന് പറയാം. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ എ ഡി ബിക്ക് ഈക്വൽ ആണ്, എ ഡി ബി സിക്ക് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനും ബിയും ഇ സിയും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതിൽ നിന്നാണ് നമുക്ക് ഇത് ലീനിയർ പെയർ ആയിട്ട് എടുക്കുമ്പോൾ നമുക്കത് ലാസ്റ്റ് മാറ്റി കൊടുക്കുക വേണ്ടു. ബി ഇ സി എന്ന് പറയുന്നത് ബി സി എന്ന് കൊടുക്കുക. അതുപോലെ ബി ഇ ഡി എന്ന് പറയുന്നത് ബി എ ഡി എന്ന് കൊടുക്കുക. അപ്പൊ അതിന്റെ രണ്ടിന്റെ സമ്മ് 180 എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതൊരു സൈക്ലിക് ആണെന്ന്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.